ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതുപോലെ ഉള്ളോയ്ക്ക് എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉർവശിയും പാർവതി തിരുവോത്തും ഒന്നിച്ച ഉള്ളോയ്ക്ക് എന്ന് പറയുന്ന ചിത്രം ആദ്യ ദിവസത്തേക്കാൾ മികച്ച പെർഫോമൻസ് ആണ് രണ്ടാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രം നടത്തിയിരിക്കുന്നത്. ലിമിറ്റഡ് സ്ഥലങ്ങളിൽ മാത്രം റിലീസ് ചെയ്ത ഈ ഒരു ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 30 ലക്ഷത്തിനും മുകളിലുള്ള ഒരു കളക്ഷനാണ് നേടാൻ സാധിച്ചത്. എന്നാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെയൊക്കെ ഇരട്ടിയോളം കളക്ഷൻ ഈ ഒരു ചിത്രം നേടുമെന്നുള്ളത് ഏകദേശം വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 1000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമകളുടെ ലിസ്റ്റിൽ ഈ ഒരു വീക്കെൻഡിൽ മികച്ച കളക്ഷൻ നേടുന്ന സിനിമയായി തീരാൻ ഉള്ളോയ്ക്ക് എന്ന ചിത്രത്തിന് സാധിക്കുമെന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ആദ്യ ദിവസത്തേക്കാൾ ഇരട്ടിയോളം കളക്ഷനാണ് രണ്ടാമത്തെ ദിവസം തന്റെ പേരിൽ ഉള്ളോയ്ക്ക് എന്ന ചിത്രം കുറിക്കാൻ വേണ്ടി പോകുന്നത്. സുഷിൻ ശ്യാമാണ് ഈ ഒരു ചിത്രത്തിന് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രമായിട്ട് പോലും ഇത്തരത്തിലുള്ള വലിയ പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ ഉള്ളോയ്ക്ക് എന്ന ചിത്രത്തിന് സാധിക്കുന്നു. രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 ലക്ഷത്തിന്റെയും 60 ലക്ഷത്തിന്റെയും ഇടയിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടിക്കരികിലേക്കാണ് ചിത്രത്തിന്റെ കളക്ഷൻ എത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. സീതാരാമം എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായിട്ട് തെലുങ്കിൽ ഒരുങ്ങുന്ന മൂവിയാണല്ലോ ലക്കി ഭാസ്കർ. ഈ ഒരു ചിത്രത്തിന്റെ പാട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. 4 ലാംഗ്വേജിലായിരുന്നു പാട്ട് എത്തിയത്. എന്നാൽ എന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തമിഴ് വേർഷന്റെ വ്യൂസും അതോടൊപ്പം തന്നെ ഹിന്ദി വേർഷന്റെ വ്യൂസ് ആണ്. തമിഴ് വേർഷൻ ഇതിനോടകം തന്നെ 22 ലക്ഷത്തോളം വ്യൂസിലേക്ക് എത്തപ്പെട്ടു. ഹിന്ദി വേർഷൻ 16 ലക്ഷം വ്യൂസും കഴിഞ്ഞ് മുന്നേറുന്നു. അതുപോലെ തെലുങ്ക് വേർഷനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സിനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ 27 ലക്ഷം വ്യൂസിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ മലയാളം വേർഷന്റെ വ്യൂസും കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. 1 ലക്ഷത്തിന്റെ അടുത്തേക്ക് മാത്രമേ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ പാട്ടിന്റെ വ്യൂസിന് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ മലയാള വേർഷന്റെ വ്യൂ കൗണ്ടിലും വ്യത്യാസം വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. 4 ലാംഗ്വേജിൽ എത്തപ്പെട്ട ഈ ഒരു പാട്ടിന് എല്ലാ ലാംഗ്വേജിലും മികച്ച ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 27-ാം തീയതി റിലീസ് ഡേറ്റ് ഉറപ്പിച്ച ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രീപോണ്ട് ചെയ്ത് ഏകദേശം ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിടും. ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിന് വേണ്ടിയിട്ട് ആർക്ക് കാത്തിരിക്കുന്നു? ജസ്റ്റ് കമന്റ്.